2022 കേരള PSC നടത്തിയ LPUP പരീക്ഷയുടെ ചോദ്യപേപ്പർ വിശകലനമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യപേപ്പറിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളിൽ പെടാത്തതേത്? ഓപ്ഷൻസ്: പഴശ്ശി വിപ്ലവം, തിരുവിതാംകൂർ കലാപം, നിവർത്തന പ്രക്ഷോഭം, കുറിച്യർ കലാപം. അപ്പം ഇവിടെ പഴശ്ശി വിപ്ലവമായാലും തിരുവിതാംകൂർ കലാപമായാലും കുറിച്യർ കലാപമായാലും ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപങ്ങളാണ്. എന്നാൽ നിവർത്തന പ്രക്ഷോഭം എന്തല്ല, ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഒരു കലാപമായിരുന്നില്ല. നേരെ മറിച്ച് അത് എന്തായിരുന്നു? നാട്ടുരാജ്യമായ തിരുവിതാംകൂറിൽ പരിഷ്കാരത്തിന് വേണ്ടി നടത്തിയ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. ഇത് 1931-38 കാലഘട്ടങ്ങളിലാണ് ഈ പ്രക്ഷോഭം നടന്നിട്ടുള്ളത്. ചിത്തിര തിരുനാൾ മഹാരാജാവിൻ്റെ ദിവാനായിരുന്ന CP രാമസ്വാമി അയ്യരുടെ ഭരണപരിഷ്കാരത്തോടുള്ള എതിർപ്പാണ് ഈ പ്രക്ഷോഭത്തിന് കാരണം ആയിരുന്നത്. ഈ പ്രക്ഷോഭം നയിച്ചത് ക്രൈസ്തവ, ഈഴവ, മുസ്ലിം സമുദായ അംഗങ്ങളായിരുന്നു. അപ്പം നമ്മുടെ ഉത്തരം എന്താണ്? നിവർത്തന പ്രക്ഷോഭം. ഇനി രണ്ടാമത്തെ ചോദ്യം വായിക്കാം. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളെക്കുറിച്ചും അവർക്ക് നേതൃത്വം വഹിച്ചവരെക്കുറിച്ചുമുള്ള പട്ടികയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഉചിതമായി യോജിപ്പിച്ചത് കണ്ടെത്താനാണ്. ഒന്നുകൂടെ വായിക്കാം. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളെക്കുറിച്ചും അവയ്ക്ക് നേതൃത്വം വഹിച്ചവരെക്കുറിച്ചുമുള്ള പട്ടിക താഴെ കൊടുത്തിരിക്കുന്നു. ഉചിതമായി യോജിപ്പിച്ചത് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നോക്കാം. ഒന്നാമത്തത് വൈക്കം സത്യാഗ്രഹം, രണ്ടാമത്തത് മിശ്രഭോജനം, 3 ഇസ്ലാം ധർമ്മ പരിപാലന സംഘം, 4 പത്മന ആശ്രമം. അതിൽ മാച്ച് ചെയ്യാനുള്ളത് ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, വക്കം അബ്ദുൾ ഖാദർ മൗലവി, KP കേശവ മേനോൻ, സഹോദരൻ അയ്യപ്പൻ എന്നിങ്ങനെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം ആരായിരുന്നു വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടത്? ഇവിടെ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടത് KP കേശവ മേനോനാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടത് ആരാണ്? KP കേശവ മേനോൻ. ഇനി രണ്ടാമത്തത് ഏതാണ്? മിശ്രഭോജനം. മിശ്രഭോജനം നടത്തിയത് ആരാണ്? സഹോദരൻ അയ്യപ്പനല്ലേ? അപ്പം മിശ്രഭോജനം ഏതാണ്? സഹോദരൻ അയ്യപ്പൻ. ഇനി ഇസ്ലാം ധർമ്മ പരിപാലന സംഘം. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം, അപ്പോൾ ഇവിടെ ആരാണ്? വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ്. അപ്പോൾ 7 അല്ലേ. ദെൻ അടുത്തത് പന്മന ആശ്രമം. പന്മന ആശ്രമമായിട്ട് നമുക്കറിയാം, പന്മനാശ്രമം എന്ന് കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. അപ്പോൾ ചട്ടമ്പി സ്വാമികൾ എത്രാമത്തെയാണ്? 5. നമുക്ക് ഓപ്ഷനിൽ നമുക്ക് ശരിയായത് ഉണ്ടോ എന്ന് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കൂ, 1 9 ശരിയാണോ? അല്ല. അപ്പം നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ ഇവിടെ വെട്ടാം. ഇനി രണ്ടാമത്തെ നോക്കൂ, ബിയിൽ നോക്കൂ, 1 5 അപ്പോൾ 1 ഏതാ? നമ്മൾ കണ്ടുപിടിച്ചത് 8 അല്ലേ. അപ്പം ബിയും അല്ല. ഇനി സി നോക്കൂ, ഒന്നാമത്തെ ഓപ്ഷൻ 8, രണ്ടാമത്തത് 9, മൂന്നാമത്തത് 7, നാലാമത്തത് 5. ഓക്കെ, അപ്പം നമുക്ക് ശരിയായിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. അതായത് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ആളാണ് ആര്? KP കേശവ മേനോൻ. മിശ്രഭോജനം നടത്തിയത് സഹോദരൻ അയ്യപ്പനാണ്. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത് വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ്. പന്മന ആശ്രമം ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട സ്ഥലമാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ. VT ഭട്ടതിരിപ്പാടിനെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? VT ഭട്ടതിരിപ്പാടിനെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻ നോക്കാം. കണ്ണീരും കിനാവും എന്ന ആത്മകഥയുടെ സൃഷ്ടാവ്. കണ്ണീരും കിനാവും ആരാണ് എഴുതിയത്? VT ഭട്ടതിരിപ്പാടാണ് അല്ലേ, നമുക്കറിയാം. രണ്ടാമത്തത്, കേരള സാഹിത്യ അക്കാദമി 1976 വിശിഷ്ട ഫെലോഷിപ്പ് നൽകി ആദരിച്ചു.
ഈ ഒരു ഓപ്ഷൻ നമുക്ക് സംശയമായിരിക്കും. കാരണം നന്നായിട്ട് ഡീപ്പായിട്ട് വി.ടി. ഭട്ടതിരിപ്പാടിനെ കുറിച്ച് മനസ്സിലാക്കിയ ഒരാൾക്കാണ് ചിലപ്പോൾ ഇത് ഓർമ്മ വരുള്ളൂ. എന്നാൽ ഇത് ശരിയാണ്. കേരള സാഹിത്യ അക്കാദമി 1976 വിശിഷ്ട ഫെലോഷിപ്പ് വി.ടിക്ക് നൽകി ആദരിച്ചിട്ടുണ്ട്. ഇനി മൂന്നാമത്തത്, നായർ തറവാടുകളിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. അപ്പം ഇങ്ങനെ ഒരു കാര്യം ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പം നമുക്ക് ഈ ഓപ്ഷൻസ് എന്ത് ചെയ്യാം, ഒഴിവാക്കാം. ഡി എന്താണ്, മേഴത്തൂർ അഗ്നിഹോത്രിയുടെ താവഴിയിൽപ്പെട്ടത്. അപ്പം മേഴത്തൂർ അഗ്നിഹോത്രിയുടെ താവഴിയിൽപ്പെട്ട ആളാണ് ആര്, വി.ടി. ഭട്ടതിരിപ്പാട്. അപ്പം ഓപ്ഷൻ എ, ബി, ഡി ഈ മൂന്നും എന്താണ്, ശരിയാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, ശരിയല്ലാത്തത് ഏത് എന്നാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. ഏതാണ്, നായർ തറവാടുകളിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന ആളല്ല ആര്, വി.ടി. ഭട്ടതിരിപ്പാട്. ഓക്കെ, ഇനി അടുത്ത നാലാമത്തെ ചോദ്യം നോക്കൂ. മലബാർ കലാപത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. എന്തൊക്കെയാണ് നോക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ കാർഷിക കലാപമായും വർഗീയ കലാപമായും മാറി മാറി വ്യാഖ്യാനിക്കപ്പെട്ടു. അപ്പോൾ മലബാർ കലാപം നമ്മൾ പഠിച്ചതാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ കാർഷിക കലാപം എന്നും അറിയപ്പെടുന്നുണ്ട്, വർഗീയ കലാപമായിട്ടും ഈ കലാപം അറിയപ്പെട്ടിട്ടുണ്ട്. പിന്നെ മലപ്പുറം ജില്ലയിലെ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി, കോഴിക്കോട് താലൂക്കുകൾ കേന്ദ്രീകരിച്ചാണ് മലബാർ കലാപം നടന്നിരിക്കുന്നത്. അപ്പം മലബാർ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രദേശങ്ങളൊക്കെ തന്നെയാണ്. അപ്പം നമ്മുടെ മലബാർ കലാപം നടന്നത് ഏറനാട്, വള്ളുവനാട്, പൊന്നാനി, കോഴിക്കോട് താലൂക്കുകളിലാണ്. അത് ശരിയാണ്. ഇനി മൂന്നാമത്തത്, ബ്രിട്ടീഷുകാർക്കെതിരായി മലബാർ മേഖലയിൽ ആരംഭിച്ച സായുധ കലാപമാണ്. അല്ലേ, ബ്രിട്ടീഷുകാർക്കെതിരായിട്ടാണ് എന്ത് നടന്നത്, മലബാർ കലാപം നടന്നത്. അപ്പം അത് ശരിയാണ്. ഇനി ഈ ലഹളയുടെ ഭാഗമായി നിരവധി ഹൈന്ദവർ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമാക്കപ്പെട്ടു. ഇതും എന്താണ്, ശരിയായൊരു ഫാക്റ്റാണ്. ദെൻ 1921, 22 വർഷങ്ങളിലാണ് മലബാർ കലാപം നടന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന 5 ഫാക്റ്റുകളും ശരിയാണ്. അപ്പം നമ്മൾ ഏതാണ് ആൻസർ തിരഞ്ഞെടുക്കുക, ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി എന്താണ്, എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അപ്പം മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ഈ 5 പ്രസ്താവനകളും ശരിയാണ്. അപ്പം നമുക്ക് ഈ ചോദ്യത്തിൽ തന്നെ മലബാർ കലാപത്തെക്കുറിച്ച് കുറേ ഫാക്റ്റുകൾ നമുക്ക് കിട്ടി. എന്തൊക്കെയാണ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ കാർഷിക കലാപമെന്നും വർഗീയ കലാപമെന്നും അറിയപ്പെട്ടു. മലപ്പുറം ജില്ലയിലെ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി, കോഴിക്കോട് താലൂക്കുകൾ കേന്ദ്രീകരിച്ചാണ് നടന്നിട്ടുള്ളത്. ബ്രിട്ടീഷുകാർക്കെതിരായി മലബാർ മേഖലയിൽ ആരംഭിച്ച സായുധ കലാപമാണ്. ഈ ലഹളയുടെ ഭാഗമായി നിരവധി ഹൈന്ദവർ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമാക്കപ്പെട്ടിട്ടുണ്ട്. 1921, 22 വർഷങ്ങളിലാണ് ഈ കലാപം നടന്നത്. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് എപ്പോഴാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 1885, ഓപ്ഷൻ ബി 1905, ഓപ്ഷൻ സി 1921, ഓപ്ഷൻ ഡി 1947. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്, ഓപ്ഷൻ എ 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കപ്പെട്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ചില സംഭവങ്ങൾ ചുവടെ ചേർക്കുന്നു. ഈ സംഭവങ്ങളുടെ ശരിയായ കാലക്രമം കണ്ടെത്തുക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ചില സംഭവങ്ങളാണ് ചുവടെ കൊടുത്തിട്ടുള്ളത്. ഇവയുടെ ശരിയായ കാലക്രമം കണ്ടെത്താനാണ് ചോദ്യം. അപ്പോൾ സംഭവങ്ങൾ ഏതൊക്കെ നോക്കാം. ഒന്നാമത്തത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, ഖിലാഫത്ത് പ്രസ്ഥാനം, സ്വരാജ് പാർട്ടിയുടെ രൂപീകരണം, സൈമൺ കമ്മീഷൻ്റെ വരവ്. അപ്പം ഈ സംഭവങ്ങളെ നമുക്ക് എന്ത് ചെയ്യണം, ശരിയായ കാലക്രമത്തിൽ
എഴുതണം. അപ്പോൾ ഇവിടെ നോക്കൂ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏതായിരുന്നു? ഏപ്രിൽ 13, 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് അല്ലേ? ഇനി ഖിലാഫത്ത് പ്രസ്ഥാനം രൂപീകരിച്ചത് എന്നായിരുന്നു? ഖിലാഫത്ത് പ്രസ്ഥാനവും രൂപീകരിക്കപ്പെട്ടത് 1919 അല്ലേ? ഇതിൻ്റെ കൃത്യമായ ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനവും രൂപീകരിക്കപ്പെട്ട വർഷം 1919 ഇനി സ്വരാജ് പാർട്ടി രൂപീകരിച്ച വർഷം ഏതാണ്? സ്വരാജ് പാർട്ടി 1923 സ്വരാജ് പാർട്ടി രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വരാജ് പാർട്ടി രൂപീകരിച്ച വർഷം 1923. ദെൻ നെക്സ്റ്റ്, സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്ന വർഷം? സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയ വർഷം 1928. ഓക്കെ, അപ്പം നമുക്ക് ശരിയായ ഓർഡർ കിട്ടിയല്ലോ. ഒന്നാമത്തത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല 1919 ഏപ്രിൽ 13 ഫോം ചെയ്തത്. ദെൻ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഇയർ ചോദിക്കുകയാണെങ്കിൽ 1919 മുതൽ തുടങ്ങിയ ഒരു മൂവ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് അതിൻ്റെ ഒരു ഡേറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ സ്വരാജ് പാർട്ടി രൂപീകരിക്കപ്പെട്ട വർഷം 1923. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയ വർഷം 1928. അപ്പം നമുക്ക് ഇതേ ഓർഡർ തന്നെയാണ് ഈ സംഭവങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നടന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായ ഉത്തരം. ഇനി അടുത്തത് 7ാമത്തെ ചോദ്യം. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനം ബാംഗ്ലൂരു ആണ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനം ബാംഗ്ലൂരു ആണ്. ഇനി 8ാമത്തെ ചോദ്യം. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആര്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആര്? ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ്. ഓപ്ഷൻ ബി, ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. ഇനി 9ാമത്തെ ചോദ്യം. മെസോപ്പൊട്ടേമിയൻ സംസ്കാരത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളെ വിലയിരുത്തുക. നോക്കാം. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതടങ്ങളിൽ നിലനിന്നിരുന്നതാണ്. BC 1000 രൂപം കൊണ്ടതായി പറയപ്പെടുന്നു. പ്രധാന പട്ടണമാണ് ഉർ. ബാബിലോണിയൻ സാമ്രാജ്യം ഇവിടെയാണ് നിലനിന്നിരുന്നത്. അപ്പോൾ പ്രസ്താവനകൾ ഒന്നുകൂടെ വായിച്ചു നോക്കാം. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതടങ്ങളിൽ നിലനിന്നിരുന്നു. അപ്പോൾ മെസോപ്പൊട്ടേമിയയെക്കുറിച്ച് പഠിച്ച നമുക്കറിയാം എന്താണ് മെസോപ്പൊട്ടേമിയൻ സംസ്കാരം വന്നത് ഈ 2 നദീതടങ്ങളിൽ ആണ് എന്ന് നമുക്കറിയാം. രണ്ടാമത്തത് BC 1000 രൂപം കൊണ്ടതായി പറയപ്പെടുന്നു. അപ്പോൾ ഇത് തെറ്റാണ് അല്ലേ? മെസോപ്പൊട്ടേമിയൻ സംസ്കാരത്തിൻ്റെ കാലഘട്ടം ഏതായിരുന്നു? ഏകദേശം 4000 BC-യിലൊക്കെയാണ് മെസോപ്പൊട്ടേമിയൻ സംസ്കാരം രൂപം കൊണ്ടിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. ഇനി പ്രധാന പട്ടണമാണ് ഉർ. അപ്പം മെസോപ്പൊട്ടേമിയയിലെ പ്രധാന പട്ടണമായിരുന്നു ഏത്? ഉർ. അപ്പം അത് ശരിയാണ്. ദെൻ ബാബിലോണിയൻ സാമ്രാജ്യം ഇവിടെയാണ് നിലനിന്നിരുന്നത്. അപ്പം അതും ശരിയാണ്. അപ്പം നമുക്കറിയാം സുമേറിയൻ, ബാബിലോണിയൻ എന്നൊക്കെ പറഞ്ഞിട്ട് മെസോപ്പൊട്ടേമിയൻ സംസ്കാരത്തെ നമ്മൾ തിരിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ബാബിലോണിയൻ സാമ്രാജ്യം നിലനിന്നിരുന്നത് മെസോപ്പൊട്ടേമിയയിലായിരുന്നു. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസിൽ എന്തൊക്കെ നോക്കാം. ഓപ്ഷൻ എ 1, 2 പ്രസ്താവനകൾ തെറ്റാണ്. തെറ്റാണോ? അല്ല. ഇനി ഓപ്ഷൻ ബി എന്താണ്? രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. ശരിയാണ് അല്ലേ? രണ്ടാമത്തെ പ്രസ്താവന ഇതിൽ തെറ്റാണ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഓപ്ഷൻ സി പറയുന്നത് എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അല്ല അല്ലെ? രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. ഇനി ഡി പറയുന്നത് എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. അപ്പോൾ ഡിയും അല്ല. അപ്പം നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, അതായത് രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. മെസോപ്പൊട്ടേമിയൻ സംസ്കാര രൂപം കൊണ്ടത് BC 1000 അല്ല. ഓക്കെ, ഇനി 10ാമത്തെ ചോദ്യം. മോഹൻജദാരോ, ഹാരപ്പ എന്നീ സിന്ധു നദീതട കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഇന്ന് ഏത് രാജ്യത്താണ്? 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചവർക്ക് അറിയാം, അതിലൊരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ കേന്ദ്രങ്ങൾ
ആ മാപ്പിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. വായിക്കാത്തവരതൊന്ന് നോക്കിയാൽ കറക്റ്റായിട്ട് അത് പഠിക്കാൻ പറ്റും. അപ്പോൾ മോഹൻജദാരോ, ഹാരപ്പ എന്നീ സിന്ധു നദി തട കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഇന്ന് പാകിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്തത് 11ാമത്തെ ചോദ്യം. 2021 വർഷത്തിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ച വ്യക്തികളിൽ പെടാത്തത് ആര്? അപ്പോൾ 2021 സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ച വ്യക്തികളെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നാൽ മാത്രമേ നമുക്കിത് ആൻസർ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ആ വർഷം 3 പേർക്കാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത്. അപ്പോൾ ആരൊക്കെയാണ്? ഡേവിഡ് കാർഡ്, ജോഷോ ഡി ആൻഗ്രിസ്റ്റ്, ഗൈഡോ ഡബ്ല്യു ഇംബൻസ് എന്നിവർക്കാണ് 2021 നോബൽ സമ്മാനം ലഭിച്ചത്. അതിൽ മരിയ റെസ്സ എന്ന് പറഞ്ഞ ആൾ സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ച വ്യക്തിയല്ല. അപ്പോൾ ഇത് 2022 ചോദ്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ 2024 ആയതുകൊണ്ട് 2023 സാമ്പത്തിക ശാസ്ത്ര നോബലാണ് അധികം ചോദിക്കാറുള്ളത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് പഠിച്ചു വെക്കുക. ഇനി 12ാമത്തെ ചോദ്യം. 2021 നവംബറിൽ നടന്ന നാഷണൽ അച്ചീവ്മെൻറ്റ് സർവേയെക്കുറിച്ച് നൽകിയ പ്രസ്താവനകൾ വിലയിരുത്തുക. അപ്പോൾ ഇത് കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. നോക്കാം. ഓപ്ഷൻ പ്രസ്താവന 1. 3, 5, 8, 10 ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും കുട്ടികൾ പരീക്ഷയിൽ പങ്കെടുക്കുന്നു. സംഘടനാ ചുമതല CBSEക്കാണ്. സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഫലപ്രാപ്തി വിലയിരുത്തുന്നതിന് കുട്ടികളിലെ പഠന വിടവ് കണ്ടെത്തുന്നതിന് ഇത് സഹായകമാകും. അപ്പം 2021 നവംബറിൽ നാഷണൽ അച്ചീവ്മെൻറ്റ് സർവേ നടന്നിരുന്നു. ആ സർവേയുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രസ്താവനകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത് നമുക്ക് നോക്കാം. 3, 5, 8, 10 ക്ലാസ്സിലെ കുട്ടികൾക്കാണ് ഈ സർവേ നടത്തിയിരുന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും കുട്ടികൾ പരീക്ഷയിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവനയും രണ്ടാമത്തെ പ്രസ്താവനയും എന്താണ്? ഒന്നാമത്തെ പ്രസ്താവനയും രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ്. സംഘടനാ ചുമതല CBSEക്കായിരുന്നു. അപ്പോൾ ഇത് നടത്താനുള്ള ചുമതല CBSEക്കാണ് കൊടുത്തിരുന്നത്. സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഫലപ്രാപ്തി വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ടെസ്റ്റ് നടത്തിയത്. ഇനി കുട്ടികളിലെ പഠന വിടവ് കണ്ടെത്താൻ ഇത് സഹായകമായിരുന്നു. അപ്പോൾ ഈ 5 പ്രസ്താവനകളും ശരിയാണ്. അപ്പം നാഷണൽ അച്ചീവ്മെൻറ്റ് സർവേയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്കിതിൽ തന്നെ പഠിക്കാൻ പറ്റും. നാഷണൽ അച്ചീവ്മെൻറ്റ് സർവേ നടത്തിയത് ആർക്കൊക്കെയായിരുന്നു? 3, 5, 8, 10 ക്ലാസ്സിലെ കുട്ടികൾക്കായിരുന്നു. ഇത് സംസ്ഥാനവും കേന്ദ്രഭരണ പ്രദേശത്തും നടത്തിയിരുന്നു. CBSE ആണ് ഇത് ഏറ്റെടുത്ത് നടത്തിയത്. പിന്നെ ഇതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഫലപ്രാപ്തി വിലയിരുത്താനാണ്. പിന്നെ ഇതെന്തിന് സഹായിച്ചു? കുട്ടികളിലെ പഠന വിടവ് കണ്ടെത്താൻ ഇത് സഹായകമായിരുന്നു. ഓക്കെ, ഇനി അടുത്ത ചോദ്യം 13ാമത്തെ ചോദ്യമാണ്. ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അപ്പോൾ ഇത് 10ാം ക്ലാസ് ജിയോഗ്രഫി ടെക്സ്റ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മെർക്കാറ്റർ ആണ്. ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മെർക്കാറ്റർ ആണ്. ഓക്കെ, ഇനി 14ാമത്തെ ചോദ്യം. വിവിധ അന്തരീക്ഷ പാളികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്താനാണ്. നമുക്ക് പ്രസ്താവനകൾ വായിക്കാം. ഒന്നാമത്തത്, മീസോസ്ഫിയർ ഉൽക്കാപതനത്തിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്നു. രണ്ടാമത്തത്, കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. മൂന്നാമത്തത്, സ്ട്രാറ്റോസ്ഫിയർ അൾട്രാവയലറ്റ് കിരണങ്ങൾ ഭൂമിയിൽ പതിക്കുന്നതിനെ തടയുന്നു.
നാലാമത്തത് റേഡിയോ തരംഗങ്ങളെ മീസോസ്ഫിയർ പ്രതിഫലിപ്പിക്കുന്നു. ഒന്നാമത്തെ ഒന്നുകൂടെ വായിക്കാം. മീസോസ്ഫിയർ ഉൽക്കാപതനത്തിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്നു. അപ്പം അത് ശരിയാണ്. നമുക്ക് കുറേ പാളികളുണ്ട്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ എന്നിങ്ങനെ പാളികൾ നമ്മൾ അന്തരീക്ഷത്തെ പാളികളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. അതിൽ മീസോസ്ഫിയർ ആണ് എന്ത് ചെയ്യുന്നത്? ഉൽക്കാപതനത്തിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്നത്. രണ്ടാമത്തെ പ്രസ്താവന എന്താ? കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. അതായത് ഭൂമിയോട് തൊട്ടടുത്ത് കിടക്കുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. അവിടെയാണ് എല്ലാ കാലാവസ്ഥാ പ്രതിഭാസങ്ങളും, അതായത് മഴ, ഇടി, മിന്നൽ ഇവയൊക്കെ ഉണ്ടാവുന്നത് എവിടെയാണ്? ട്രോപ്പോസ്ഫിയറിലാണ്. അപ്പോൾ അത് ശരിയാണ്. ഇനി മൂന്നാമത്തത് സ്ട്രാറ്റോസ്ഫിയർ അൾട്രാ വയലറ്റ് കിരണങ്ങൾ ഭൂമിയിൽ പതിക്കുന്നതിനെ തടയുന്നു. അപ്പോൾ നമുക്കറിയാം സ്ട്രാറ്റോസ്ഫിയർ എന്നല്ല, നമ്മൾ ഓസോൺ പാളി എന്നാണ് പഠിച്ചത്. ഓസോൺ പാളി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. അത് അൾട്രാ വയലറ്റ് കിരണങ്ങളെ ഭൂമിയിൽ പതിക്കുന്നതിനെ തടയുന്നു. അപ്പോൾ അത് ശരിയായ പ്രസ്താവനയാണ്. ഇനി റേഡിയോ തരംഗങ്ങളെ മീസോസ്ഫിയർ പ്രതിഫലിപ്പിക്കുന്നു. അപ്പം ഇത് എന്തല്ല, ഇത് ശരിയായൊരു പ്രസ്താവനയല്ല. റേഡിയോ തരംഗങ്ങൾ എവിടെയാണ്? അയണോസ്ഫിയർ അല്ലെങ്കിൽ തെർമോസ്ഫിയറിലാണ് റേഡിയോ തരംഗങ്ങളെ നമുക്ക് കാണാൻ പറ്റുക. അപ്പം അത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പം നമുക്കിനി ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ പറയുന്നത് 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ് എന്നാണ്. അപ്പം നമുക്ക് പിന്നീട് അങ്ങോട്ട് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ. ഇനി 15ാമത്തെ ചോദ്യം. വ്യക്തിയുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നതിൽ സാമൂഹ്യ നിയന്ത്രണ ഏജൻസികൾ മുഖ്യ പങ്ക് വഹിക്കുന്നു. ബലപ്രയോഗത്തിലൂടെ വ്യക്തിയെ നിയന്ത്രിക്കാൻ അവകാശമുള്ള സാമൂഹ്യ നിയന്ത്രണ ഏജൻസി ഏത്? ഒന്നുകൂടെ വായിക്കാം. വ്യക്തിയുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നതിൽ സാമൂഹ്യ നിയന്ത്രണ ഏജൻസികൾ മുഖ്യ പങ്ക് വഹിക്കുന്നു. ബലപ്രയോഗത്തിലൂടെ വ്യക്തിയെ നിയന്ത്രിക്കാൻ അവകാശമുള്ള സാമൂഹ്യ നിയന്ത്രണ ഏജൻസി ഏത്? അപ്പോൾ നമുക്കറിയാം നമ്മുടെ പെരുമാറ്റം ഒരു സമൂഹവുമായി ബന്ധപ്പെട്ട് നിയന്ത്രിതമായ പെരുമാറ്റങ്ങളാണ് ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നത്. എന്നാൽ ആ പെരുമാറ്റത്തെ ബലപ്രയോഗത്തിലൂടെ നിയന്ത്രിക്കാൻ അവകാശമുള്ള ഒരു സാമൂഹ്യ നിയന്ത്രണ ഏജൻസി, ഇത് 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റിൽ ഉള്ളതാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആ ഏജൻസി എന്ന് നോക്കാം. കുടുംബം, ഓപ്ഷൻ എ കുടുംബം, ഓപ്ഷൻ ബി വിദ്യാലയം, ഓപ്ഷൻ സി രാഷ്ട്രം, ഓപ്ഷൻ ഡി മതം. അപ്പോൾ കുടുംബത്തിനെ സാമൂഹ്യ നിയന്ത്രണ ഏജൻസിയാണ് ചോദിച്ചത്. അപ്പോൾ അവിടെ സാമൂഹ്യ നിയന്ത്രണ ഏജൻസി ആയിട്ട് നമ്മൾ കുടുംബത്തെ എന്ത് ചെയ്യാൻ പറ്റില്ല? അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെ വിദ്യാലയം എന്ന് പറയുന്നത് സാമൂഹ്യ നിയന്ത്രണ ഏജൻസി ആയിട്ട് നമുക്ക് കാണാം. പക്ഷെ ബലപ്രയോഗത്തിലൂടെ ഒരിക്കലും അവിടെ വ്യക്തിയെ നിയന്ത്രിക്കാൻ ഒരു വിദ്യാലയത്തിൽ നമുക്ക് സാധിക്കില്ല. ദെൻ അടുത്തത് രാഷ്ട്രമാണ്. രാഷ്ട്രത്തിൻ്റെതായ പവർ ഉണ്ട്. ആ പവർ ഉപയോഗിച്ച് ഒരു വ്യക്തിയെ എന്ത് ചെയ്യാം? ബലപ്രയോഗത്തിലൂടെ നിയന്ത്രിക്കാൻ അവകാശമുണ്ട്. അപ്പം നമ്മുടെ ഓപ്ഷൻ സി രാഷ്ട്രമാണ് ശരിയായ ഉത്തരം. അടുത്തത് 16ാമത്തെ ചോദ്യമാണ്. 1955 ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയെ ദേശസാൽക്കരിച്ച് രൂപീകരിച്ച ബാങ്ക് ഏതാണ്? ഒന്നുകൂടെ വായിക്കാം. 1955 ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയെ ദേശസാൽക്കരിച്ചുകൊണ്ട് രൂപീകരിച്ച ബാങ്ക് ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ബാങ്കുകളുടെ ദേശസാൽക്കരണം പഠിച്ചു വെക്കണം. ആ വർഷമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ബാങ്കായിട്ടാണ് മാറിയത്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ടാണ് മാറിയത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയെ 1955 എന്ത് ചെയ്തു? ദേശസാൽക്കരിച്ചു. ഓക്കെ. ഇനി അടുത്ത ചോദ്യം 17ാമത്തെ ചോദ്യമാണ്. ഇന്ത്യയിലെ രാജ്യസഭയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് താഴെ നൽകിയിരിക്കുന്നത്. തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇവിടെ തെറ്റായ എന്നാണ് കൊടുത്തിരിക്കുന്നത്, അത് ശ്രദ്ധിക്കുക. അപ്പോൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഇന്ത്യയിലെ രാജ്യസഭയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയുമാണ്.
അപ്പം നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന, രാജ്യസഭയിൽ 12 അംഗങ്ങൾ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നു. രാജ്യസഭയിൽ 12 അംഗങ്ങൾ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നു. അപ്പം തെറ്റായ പ്രസ്താവനയാണ് നമുക്ക് വേണ്ടത്. അപ്പം ശരിയാണോ? ശരിയാണ് അല്ലേ. രാജ്യസഭയിൽ 12 അംഗങ്ങൾ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നുണ്ട്. രണ്ടാമത്തത് എന്താണ്? ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു. ഇപ്പം രാജ്യസഭയെ ജനപ്രതിനിധി സഭ എന്നാണോ പറയുന്നത്? അല്ല. അപ്പം അത് തെറ്റാണ്. ഇനി ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്നു. ഉപരാഷ്ട്രപതി അല്ലേ രാജ്യസഭയുടെ അധ്യക്ഷൻ? അപ്പം അത് ശരിയാണ്. അടുത്തത് 5 വർഷമാണ് കാലാവധി. അല്ല, ലോകസഭയുടെ കാലാവധിയാണ് എത്ര? 5 വർഷം. രാജ്യസഭയുടെ കാലാവധി 6 വർഷമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് പറയാം. ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു, അത് തെറ്റാണ്. ലോകസഭയാണ് ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നത്. പിന്നെ 5 വർഷമാണ് കാലാവധി, അതും എന്താണ്? തെറ്റാണ്. 6 വർഷമാണ് കാലാവധി. അതുപോലെ ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്നത് രാജ്യസഭയിലാണ്. രാജ്യസഭയിൽ 12 അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ രാജ്യസഭയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ജനപ്രതിനിധി സഭ എന്നും 5 വർഷമാണ് കാലാവധി എന്നതുമാണ് തെറ്റായ പ്രസ്താവനകൾ. അപ്പം നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്തത്, റിസർവ് ബാങ്കിൻ്റെ നിലവിലെ ഗവർണർ ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രസൻറ്റ് ഗവർണർ ആരാണ് എന്നാണ് ചോദ്യം. ഇത് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഓപ്ഷൻ ഏതൊക്കെയാണ്? ഊർജിത് പട്ടേൽ, ശക്തികാന്ത് ദാസ്, CD ദേശ്മുഖ്, രഘുറാം രാജൻ. ഏതാണ് ശരിയായ ആൻസർ? ശക്തികാന്ത് ദാസ്. ഓക്കെ. 19ാമത്തെ ചോദ്യം, ചൊവ്വ പര്യവേക്ഷണത്തിനായി 3 അന്താരാഷ്ട്ര പേടകങ്ങൾ 2021 ഫെബ്രുവരിയിൽ ചുവന്ന ഗ്രഹമായ ചൊവ്വയിൽ എത്തിച്ചേർന്നു. ഇതിൽ നാസയുടെ പര്യവേഷ പേടകം ഏതാണ്? ഇവിടെ വായിക്കാം. ചൊവ്വ പര്യവേഷണത്തിനായി 3 അന്താരാഷ്ട്ര പേടകങ്ങൾ 2021 ഫെബ്രുവരിയിൽ ചുവന്ന ഗ്രഹമായ ചൊവ്വയിൽ എത്തിച്ചേർന്നു. ഇതിൽ നാസയുടെ പര്യവേഷ പേടകം ഏതാണ്? ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ വായിക്കാം. പെർസിവറസ്, ടിയാൻവെൻ 1, അമാൽ, ക്യൂരിയോസിറ്റി. അപ്പം ഇതിൽ ഏതാണ് നാസയുടെ പര്യവേഷ പേടകം? പെർസിവറൻസ് ആണ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അടുത്തത്, മനുഷ്യൻ്റെ ചെവിക്ക് വേദനയുണ്ടാക്കുന്ന സ്വരത്തിൻ്റെ ഉച്ചത ഡാഷ് ഡെസിബലിൽ കൂടുതലാണ്. അപ്പോൾ സയൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇനിയുള്ളത്. മനുഷ്യൻ്റെ ചെവിക്ക് വേദനയുണ്ടാക്കുന്ന ശബ്ദത്തിൻ്റെ ഉച്ചത എത്ര ഡെസിബലിൽ കൂടുതലാണ് എന്നാണ് ചോദ്യം. അപ്പോൾ അവിടെ ശരിയായ ഉത്തരം 120 ആണ്. ഓപ്ഷൻ ബി 120 ആണ് ശരിയായ ഉത്തരം. അടുത്തത്, സൈക്കിൾ ചക്രത്തിൻ്റെ ആക്സിലിൽ എണ്ണയിടുന്നത് എന്തിനാണ്? സൈക്കിൾ ചക്രത്തിൻ്റെ ആക്സിലിൽ എണ്ണയിടുന്നത് എന്തിനാണ് എന്നാണ് ചോദ്യം. ഘർഷണബലം കുറയ്ക്കാൻ, യാന്ത്രിക ബലം കുറയ്ക്കാൻ, വിസ്കസ് ബലം കുറയ്ക്കാൻ, കാന്തിക ബലം കുറയ്ക്കാൻ. അപ്പോൾ നമുക്കറിയാം കാന്തിക ബലം കുറയ്ക്കാനല്ല, നമുക്കത് വെട്ടിടാം. പിന്നെ യാന്ത്രിക ബലം കുറയ്ക്കാനും അല്ല. നമ്മൾ എണ്ണയിടുന്ന നമുക്കറിയാം. ഒന്ന് എന്താണ്? ഘർഷണബലം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ സൈക്കിളിൻ്റെ ചക്രത്തിൻ്റെ ആക്സിലിൽ എണ്ണയിടുന്നത് എന്തിനാണ്? ഘർഷണബലം കുറയ്ക്കാനാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അടുത്തത് 22ാമത്തെ ചോദ്യം, കൂട്ടത്തിൽ പെടാത്തത് ഏത്? കൂട്ടത്തിൽ പെടാത്തതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓഡ് 1 ഔട്ടാണ്. അപ്പം എന്തൊക്കെയാണ് നോക്കാം. ഓപ്ഷൻ എ സ്ഥാനാന്തരം, ഓപ്ഷൻ ബി ത്വരണം, ഓപ്ഷൻ സി വേഗം, ഓപ്ഷൻ ഡി പ്രവേഗം. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? വേഗമാണ് അല്ലേ. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? വേഗമാണ്. അപ്പോൾ ഇതിലെന്താണ് കൂട്ടത്തിൽ പെടാത്തത്? ഓപ്ഷൻ സി ആണ്. ഇനി അടുത്ത ചോദ്യം, ഒരു കാന്തിക മണ്ഡലത്തിൻ്റെ സ്വാധീനം കാരണം കാന്തവൽക്കരിക്കപ്പെടാനുള്ള കാന്തിക വസ്തുക്കളുടെ കഴിവാണ്.
ഒരു കാന്തിക മണ്ഡലത്തിൻ്റെ സ്വാധീനം കൊണ്ട്, അതായത് ഒരു കാന്തിക മണ്ഡലം ഉണ്ടാവുമ്പോൾ ആ കാന്തിക മണ്ഡലത്തിൻ്റെ സ്വാധീനം കാരണം കാന്തമായി മാറാനുള്ള വസ്തുക്കളുടെ കഴിവിനെ നമുക്ക് എന്ത് വിളിക്കാം എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ റിറ്റൻറ്റിവിറ്റി, ഓപ്ഷൻ ബി കൊഹിഷൻ, ഓപ്ഷൻ സി പെർമിയബിലിറ്റി, ഓപ്ഷൻ ഡി വശകത. ഓപ്ഷൻ ഡി വശകത. അപ്പോൾ ഇതിൽ റിറ്റൻറ്റിവിറ്റി അല്ല, കൊഹിഷൻ അല്ല, പെർമിയബിലിറ്റി അല്ല, ഏതാണ്? ഓപ്ഷൻ ഡി വശകത എന്നതാണ് ശരിയായ ആൻസർ. ഇനി 24ാമത്തെ ചോദ്യം നോക്കാം. ഒരു ബഹിരാകാശ സഞ്ചാരി കാണുന്ന ആകാശത്തിൻ്റെ നിറം ഏത്? ഒരു ബഹിരാകാശ സഞ്ചാരി കാണുന്ന ആകാശത്തിൻ്റെ നിറം ഏതാണ്? കറുപ്പാണ്. ഓപ്ഷൻ എ കറുപ്പാണ് ശരിയായ ആൻസർ.